കൃത്യം 11:47 ആ ഡേറ്റിംഗ് ആപ്പ് പണിമുടക്കിയപ്പോൾ മീരയ്ക്ക് തോന്നിയത് പ്രപഞ്ചം അവളെ നോക്കി പരിഹസിക്കുകയാണെന്നാണ്. ഒരു പരസ്യ കമ്പനിയിൽ കോപ്പിറൈറ്ററായി ജോലി ചെയ്യുന്ന മീര കൊച്ചി മെട്രോയുടെ ഒരു മൂലയിലിരുന്ന് തൻ്റെ ഫോണിലേക്ക് തന്നെ തുറിച്ചു നോക്കി നിന്നു. പെട്ടെന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു. ഡേറ്റിംഗ് ആപ്പ് ആയിരുന്നില്ല. അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് സാന്ദ്രയുടെ മെസ്സേജ് ആയിരുന്നു അത്. എന്തായി നിന്റെ ഡിജിറ്റൽ പ്രണയം? നിനക്കുള്ള ആളെ കണ്ടുപിടിച്ചോ? മീര പെട്ടെന്ന് തന്നെ മറുപടി ടൈപ്പ് ചെയ്തു. ആപ്പ് പണിമുടക്കി. എന്നെക്കൊണ്ട് ഇതൊന്നും ശരിയാകില്ല എന്ന് പ്രപഞ്ചം എനിക്ക് കാണിച്ചു തരികയാണെന്ന് തോന്നുന്നു. സാന്ദ്രയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ മീര ഫോൺ പോക്കറ്റിലിട്ടു. ചെവിയിൽ ഇയർഫോൺ വെച്ച് തികച്ചും അപരിചിതനായ ഒരാൾ. അവൻ വീട്ടില്ലാത്ത ഒരു തെരുവുവാസിയെപ്പോലെയോ അല്ലെങ്കിൽ മദ്യപിച്ച ഒരാളെപ്പോലെയോ തോന്നിയില്ല. വെറുതെ അവിടെ ഫോണിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. മെട്രോ സ്റ്റേഷനിൽ വെച്ച് അവൾ അവനെ കണ്ടിരുന്നോ എന്ന് അവൾക്ക് സംശയം തോന്നി.